ആ ഇവിടെ എന്തോ പറയുന്നുണ്ട്, ഉറക്കത്തുനിന്ന് എന്തോ പറയുന്നുണ്ട് ഗൈസ്. അവിടെ ഒറ്റ വാങ്കിനേ ഇന്ന വള്ളിയിൽ നിന്ന് കണക്കൊന്നുമില്ല. ഏത് വള്ളിയിൽ നിന്ന് വാങ്ങി കൊടുത്താലും നൂലും തുറക്കാം. അതിനൊരു കുഴപ്പമില്ല. എന്തൊരു ചെയ്യണം, എന്താ പറ്റി പറയ്. എങ്ങനെ ഉമ്മമാർക്ക് എന്തെങ്കിലും പറഞ്ഞോ? പിന്നെന്താ ഉമ്മമാരുടെ മുഖം അങ്ങനെ പറഞ്ഞില്ലേ, അതിനില്ല കലിപ്പാണ്. ആണോ? അതാണോ? ഈ ഉമ്മയോട് പറയാ, ഉമ്മ മതിയായിരിക്കും 30 നോമ്പെടുത്തോണ്ടി അല്ലേ? ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് 3ാമത്തെ നോമ്പിന്റെ തുടക്കം എല്ലാവരും ആരംഭിക്കാൻ തുടങ്ങിയാണ്. നമുക്ക് എല്ലാവർക്കും അതായത് നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ നോമ്പാണ് ഗൈസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പെലച്ചക്ക് ഗൈസ് നമുക്ക് ചിക്കൻ ഉണ്ട് അല്ലേ? അതാണ് സ്പെഷ്യൽ നോമ്പ് എന്ന് പറയുന്നത്. എന്തൊക്കെ സാധനങ്ങൾ എന്തൊക്കെയാ? കറി എന്താണ്? അതാണ് അറിയണ്ടേ. കറി എന്താണ്? കളി താളിപ്പ്. സാധനങ്ങളൊക്കെ ഇവിടെ ടേബിൾ ഇതാണോ? അല്ല, കളി കുറുമുണ്ട്, കുറുമുണ്ട്, താളിപ്പുണ്ട്, ചോറെന്താ? വേണ്ട, വെറും ചോറ് മതി ഗൈസ്. നമ്മൾ പെലച്ചക്ക് മാക്സിമം വെറും ചോറ് തിന്നാൻ നോക്കാം. എന്നാലേ നമുക്ക് അത്രയും നേരം പിടിച്ചെക്കാൻ കഴിയുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട്. ആ ആണോ ഗൈസ്? കമന്റ് ചെയ്യ് എന്താണ് ഏറ്റവും നല്ലത് എന്ന്. വെറും ചോറ് ഓപ്ഷൻ എ, ഓപ്ഷൻ എ ബി പത്തിരി, ഓപ്ഷൻ സി വേറെ തേങ്ങാച്ചോറ്, നെയ്ച്ചോറ്. അതല്ല ഞമ്മക്കുള്ളതല്ല. ആ തിന്നണോര് ആൾക്കാരുണ്ടാവും. ആ പച്ചളം കുടിച്ചിട്ടേ നോമ്പ് നോക്കാം. പച്ചളം കുടിച്ചിട്ടേ നോമ്പ് നോക്കാം. പറ്റുകയാണെങ്കിൽ ഒക്കെ നോക്കാം. എടുത്തോളി ഗൈസ്, ഇമ്മമാക്ക് അങ്ങനെ നോമ്പ് എടുക്കണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിക്കണേ. ഇമ്മമ്മ ഇപ്പൊ 2ാമത്തെ നോമ്പാണ് എടുത്തത്. 2 നോമ്പ് എടുത്തിക്കണേ. 3ാമത്തെ നോമ്പ് എടുക്കുമെന്ന് പറഞ്ഞ ഇവിടെ നിൽക്കുകയാണ്. ആ എടുക്കണ്ടെന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ പറയണത്. പക്ഷെ ഇമ്മമാക്ക് എടുത്തേ പറ്റൂ എന്നാണ് ഇമ്മമ്മ പറയണത്. അത് ഗൈസ് നിങ്ങളും പാടൊന്ന് പറയും. അതായത് എന്താണ് ഇമ്മമ്മ അടുത്ത നോമ്പ് എടുക്കണോ? ഇമ്മമ്മക്ക് ഇപ്പോഴൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഓടിച്ചാടി നടക്കുന്നുണ്ട്. വൈകുന്നേരം ആകുമ്പോഴത്തേന് ഗൈസ് ഓടിച്ചാടി നടക്കാനൊന്നും ആവണില്ല. അത് ഞമ്മക്കും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇമ്മമാരോട് കാണുമ്പോൾ ഉമ്മാക്കും പേടിയാവുന്നുണ്ട്, ഞങ്ങൾക്കും പേടിയാവുന്നുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് എത്തുന്നത്. അത് ഉമ്മമാരോട് ഇപ്പൊ പറഞ്ഞ ഉമ്മമാക്ക് മനസ്സിലാവൂല. എങ്ങനെ നോമ്പിനകത്ത് ഗതിയോടൊന്നും ഉണ്ടാവില്ല. അടപ്പ് തുറന്നാ പിന്നെ അടച്ചാ പിന്നെ തുറക്കാൻ കിട്ടൂല. അതൊരു മുറുക്കാണ്. അങ്ങനെ ഗൈസ് നമ്മളെ സ്പെഷ്യൽ നിങ്ങളെല്ലാരും കണ്ടായല്ലേ? ഇതാണ് നമ്മളെ സ്പെഷ്യൽ അല്ലേ? ചോറുണ്ട്, താളിപ്പുണ്ട്, പിന്നെ ചിക്കൻ കുറുമുണ്ട്. എനിക്ക് എന്താണ് പറയാനുള്ളത്? ആ ഗൈസ്, അങ്ങനെ ഫൈനലി നമുക്ക് 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടി പോകുകയാണ്. 4,90,000 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഇപ്പം നമുക്ക് നിലവിലുണ്ട്. അമ്മ അറിയണ്ടോ എന്ത് പറഞ്ഞു? ആ അപ്പൊ ഉമ്മ ആളില്ലേ? ഇന്നാള് നോക്കിയപ്പോ എത്ര 90 എത്രയാണ്? കഴിഞ്ഞ നോമ്പിന് എത്ര നമുക്ക് 50 സ്റ്റാർട്ടിങ് ആ ടൈമില് 1 ലക്ഷം ഒന്നും ഇല്ല തന്നെ. കഴിഞ്ഞ നോമ്പിന് സ്റ്റാർട്ടിങ് ആകെ നമുക്ക് 50 സംതിങ് ഉള്ള അറിയോ? എന്താണ് ആൾക്കാര് അങ്ങനെ പറഞ്ഞ അമ്മമാക്ക് മനസ്സിലാവും. അമ്മ ഒപ്പണ്ടായിരുന്ന ആൾക്കാരല്ലേ? എത്രയായി? പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് എത്രേനെ കേക്ക് കുറിച്ച് അങ്ങനെ ചോദിച്ചിട്ട് പറയാറില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മള് 4 ലക്ഷത്തിനാണ് കേക്ക് കുറിച്ചത്. ഇപ്രാവശ്യം നമ്മള് 5 ലക്ഷമാണ് ആവാനായി. ഇനിയൊരു
4000 സബ്സ്ക്രൈബേഴ്സിനും കൂടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയി. എന്താണ് ഗൈസ് കഴിഞ്ഞ പ്രാവശ്യം 4 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയ ടൈം നമ്മളെ നാട്ടിലത്തെ കുട്ടികൾക്കൊക്കെ നമ്മൾ പായസം വിളമ്പിയാണ്. അപ്പോൾ ഓല് നമ്മളോട് പറഞ്ഞതാണ് ബിരിയാണി വേണമെന്ന് 5 ലക്ഷം ആവുമ്പോൾ ചെറുതാക്കല്ലേ ബിരിയാണി വേണമെന്ന് പറഞ്ഞാണ്. അപ്പം നമ്മൾ ഒരു എന്താ പറയാ ആയിക്കോട്ടെ നെക്സ്റ്റ് ടൈം ബിരിയാണി എന്നങ്ങോട്ട് പറഞ്ഞു. ഞാൻ പറയാം നമുക്ക് നോൽമ്പ് കഴിഞ്ഞിട്ട് കുട്ടികൾക്കൊക്കെ പാട വിളിച്ചാണ് നമ്മൾ കൊടുക്കുക. നമുക്ക് നോമ്പിന് കൊടുക്കണല്ല അതിനേക്കാളും നല്ലത് നല്ല തന്നെയാണ്. ഒരു തുറവിന് വെച്ചിട്ട് അല്ലേ നമ്മള് കേസ് ഒരു തുറവി വെച്ചിട്ട് നാട്ടിലത്തെ ചെക്കന്മാരെയും കുട്ടികളെയും വരാൻ പറ്റണോല് അല്ലേ എല്ലാരെയും വിളിക്കണം. എല്ലാ കുട്ടികളെയും വിളിക്കണം. അതിന് മാത്രം വലിയ പൈസ ഒന്നും നമ്മുടെ നാട്ടിലത്തെ എല്ലാവർക്കും കൊടുക്കാൻ എത്ര രൂപ? എന്നാ പിന്നെ കല്യാണം നടത്തല്ലേ എന്റെ കല്യാണം കഴിഞ്ഞു പറയാ അങ്ങനെ ഉണ്ടാവും പരിപാടി. അതെ ഇത് നമുക്കില്ല പരിപാടി എന്താ അറിയോ, ചെറിയ തുറവി പോയ മാട്ടുമ്മലോ അങ്ങനെയൊക്കെ വെച്ചിട്ട് ചെറിയൊരു തുറവി പറ്റുമോ ആൾക്കാർക്ക് കുട്ടികൾക്കൊക്കെ സൗകര്യമാകുമോ? അല്ലെങ്കിൽ നമ്മളെ മുകളിലത്തെ ഗ്രൗണ്ട് ആക്കാം. മാട്ടുമ്മ എല്ലാരും തുറവി വെക്കല്. ഞങ്ങള് ഇപ്പോഴും ഉണ്ട് നമ്മള് മാട്ടുമ്മ തുറവുണ്ട്. നമ്മളെല്ലാ പ്രാവശ്യം മാട്ടുമ്മ ചെക്കന്മാർ ഇങ്ങനെ തുറവി വെക്കലുണ്ട്. മനസ്സിലാവില്ല ചില മാട് പറഞ്ഞു കഴിഞ്ഞാല് പോയല്ലേ പോയന്റെ തീരം അവിടേക്കാണ് ഗൈസ് നമ്മള് സാധാരണ നോമ്പൊക്കെ തുറക്കല്. ഇമ്മ തിന്നാ തിന്നലടങ്ങി അങ്ങനെ ഗൈസ് നമ്മുടെ സ്പെഷ്യൽ കൂട്ടാനിലേക്കും എപ്പോഴായും തിന്നണ്ടേ? അപ്പൊ നേരത്തെ ആയില്ലേ. നമ്മളിവിടെ കറക്കാണ് ഗൈസ് തിന്നാന്. നമ്മളെ താളിപ്പ് കറിയും കൊറേ ആൾക്കാർക്ക് അറിയില്ല കേട്ടോ ഇതെന്താ സാധനം. താളിപ്പ് എന്താന്ന് പുറത്തുള്ള ആൾക്കാർക്കൊന്നും അറിയില്ല. പുറത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മലപ്പുറം വിട്ട് കഴിഞ്ഞാൽ അറിയാത്തതാണ് തോന്നുന്നത് താളിപ്പ്. പക്ഷെ ഞങ്ങളെ നോമ്പിനൊക്കെ സ്പെഷ്യൽ താളിപ്പ് തന്നെയാണ്. ഇങ്ങനെ അതെങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു? എന്താ ഉള്ളി മൂപ്പിച്ച രസം പച്ചമുളക് ഇടുക, രസം കഞ്ഞിവെള്ളം ഒഴിച്ച, പിന്നെ പപ്പടോ അത് തിളച്ചതിന് പലതരം താളിപ്പുണ്ട് ഗൈസ്. മുരിങ്ങ താളിപ്പുണ്ട്, പപ്പട താളിപ്പുണ്ട്, ചീര താളിപ്പുണ്ട്. ഇല്ലാത്ത ഊർജ്ജൊക്കെയാണ് ഉമ്മക്ക് വരുന്നത് ഇപ്പൊ. എന്തിട്ടും ചീര ഉണ്ടല്ലേ. കറക്റ്റ് ടൈമിന് ആദ്യമായിട്ടാണ് ഗൈസ് നമ്മളെ കോയിപ്പൊ കൂണയില്ലേ. ആണോ? ഞാൻ ഇപ്പഴാ ഗൈസ് കറക്റ്റ് ടൈമിന് നമ്മളെ കോയി കൂണ കാണുന്നത്. നേരം 5 മണി 5:45 ഗൈസ് നമ്മളെ ബാങ്ക്. നമുക്ക് 1/2 മണിക്കൂറാണ് നമുക്ക് തിന്നാനുള്ളത്. അതൊക്കെ ധാരാളം. 5 മിനിറ്റൊക്കെ നമ്മൾ തിന്നലുണ്ട്. 5:35 ഇവിടെ ടൈമൊക്കെ ഉണ്ട്. അലാർമ അല്ല കലണ്ടർമേ. ഗൈസ് ഞങ്ങൾ ഇനി തിന്നൽ തുടങ്ങട്ടെ. മമ്മ അപ്പൊ പറഞ്ഞ മനസ്സിലായോ? എന്തായാലും 5 ലക്ഷം ആവട്ടെ. നമുക്ക് എന്തെങ്കിലും ഒരു പരിപാടി പ്ലാൻ ചെയ്യണം കേട്ടോ. ആയിക്കോട്ടെ. തടസ്സങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാന്നാ മതി അല്ലേ. അങ്ങനെ ഗൈസ് നമ്മളെ 3ാമത്തെ നോമ്പിൻ്റെ ഇതിക്ക് നമ്മൾ കടക്കുകയാണ്. ഇപ്പോൾ പടച്ചോൻ്റെ കൃപ കൊണ്ട് 2 നോമ്പ് ഇപ്പോൾ അൽഹംദുലില്ലാഹ് ഹൈറായിട്ട് കഴിഞ്ഞു അല്ലേ മമ്മ? കഴിഞ്ഞു. വലിയ തടസ്സങ്ങളൊന്നും ഇല്ല. ക്ഷീണം ഉണ്ടായിന്. എന്നാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇത് ചേലാവുമ്പോൾ എനിക്ക് തോന്നുന്നു കുഴപ്പമുണ്ടാവില്ല എന്ന് ഇല്ലേ മമ്മ? അപ്പൊ കുഴപ്പമുണ്ടാവില്ല. അപ്പൊ തുടക്കത്തിൽ ആദ്യത്തെ ഉണ്ടാവും, പിന്നെ ശീലാവും. അതിറങ്ങണ്ട പിന്നെ ശീലാവുന്നു. പറ്റൂലേ. ഒരു കുഴപ്പമുണ്ടാവില്ല. വണ്ടി വരുമോ ഞാൻ ഇപ്പം കൊണ്ട് ആശുപത്രിക്കാർ നിങ്ങളും കൂടി ഉണ്ടാവില്ല ഇവിടെ. ഞാനെന്താ എങ്ങോട്ടേക്കൊക്കെ പോകാതെ പോവോ അങ്ങനെ എറിയണാക്കണ മാമ. ഇതുമേ അയിമേ ഇത് പുറത്ത് അല്ലേ. എന്നാ നമുക്ക് തിന്നൽ തുടങ്ങല്ലേ അമ്മ? ഞാൻ തുടങ്ങി. തുടങ്ങിക്കണ്. കുറുമക്കറി ഉണ്ടല്ലേ? കുറുമക്കറി ഉണ്ട്, ചിക്കൻ കുറുമ ഉണ്ട്, ചിക്കൻ കുറുമ ഉണ്ട്, താളിപ്പും ഉണ്ട്. ഏതാണെന്നുണ്ടെങ്കിലും ചൂസ് ചെയ്യാം. ഞാൻ 2 കൊടുക്കും. വെറൈറ്റി കറി ഞാൻ താളിപ്പെടുത്തോ? അപ്പൊ കുറുമ ഉണ്ടേ. എന്താ ഇന്നലെ ഉണ്ടാക്കി കുറുമ? ഇന്നലെ വേറെ സെപ്പറേറ്റ് കുറുമ ഉണ്ടാക്കിയോ? മിഞ്ഞാത്ത കുറുമയാണ്. നല്ല ഫ്രിഡ്ജിൽ വെച്ച സാധനല്ലേ, ഒരു കുഴപ്പമില്ല. എല്ലാം വെട്ടി തിളപ്പിച്ചാ. അപ്പൊ ഞങ്ങളെ സ്പെഷ്യൽ മിഞ്ഞാത്ത കുറുമ, പിന്നെ അതേപോലെ തന്നെ ചിക്കൻ പൊരിച്ചത്, കഴിഞ്ഞ ആഴ്ചത്തെ ചിക്കൻ ഉണ്ടാക്കിയല്ലേ. ആണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ മിഞ്ഞാന്ന് നമ്മള് പോയപ്പോ വാങ്ങിയ ചിക്കനാണല്ലത്. ഞാൻ പൊരിച്ചാലോ പച്ചക്ക് ഫ്രിഡ്ജിൽ വെച്ചിക്കല്ലേ? വേറെ വേറെ കീസിലാക്കി ഫ്രിഡ്ജ്. അങ്ങനെയാണെങ്കിൽ തിന്നാൻ പാടില്ലല്ലോ. ഫ്രഷ് തന്നെ തിന്നണല്ലോ.
അല്ലേ എന്നാ ഗൈസ് എടാ പറ നമ്മള് ചോറിന് ഞങ്ങൾ ഫുഡ് കഴിക്കണം ഗൈസ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതാക്കാം അല്ലേ? അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചാക്കണ സൗണ്ടൊന്നും ചിലർക്ക് പറ്റുന്നില്ല. ഇങ്ങനെയുണ്ട് മമ്മ അടിപൊളി ചോറോ? ചോറും കൂട്ടാനും തേങ്ങാച്ചോറാണോ കുറച്ച്? വേണ്ട തേങ്ങാച്ചോറോടെ ഇതാക്കി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ തേങ്ങാച്ചോറ് വെറുതാവില്ലേ? മിഞ്ഞാന്നത്തെ പത്തിരി ഉണ്ട്. മിഞ്ഞാന്നത്തെ പത്തിരി ഉണ്ട് ഗൈസ്. അതൊന്നും തിന്നിട്ടില്ല. സമൂസ ഇന്നലത്തെ ആ അത് മിഞ്ഞാന്നത്തെ ഇന്നലത്തെ ഞാൻ രാത്രി സമൂസ എത്ര ഉണ്ട്? 4 ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. അപ്പം നമ്മളങ്ങോട്ട് പോയപ്പോൾ ചോറ് കഴിഞ്ഞോ? അവിടെ ഉണ്ട് ചോറ് എടുക്കാണ്ട്. അന്തിക്ക് ഇന്നലേനെ ഫോണ് കുത്തി വെച്ച് കണ്ട് കടന്നു. നിങ്ങളോട് എടുത്ത് പിന്നെ ഓഫാക്കി കിടക്കണേ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന കട അറിയാനോ ഞാൻ മറന്നു. ഞാൻ ഉറങ്ങിക്കണം. ഞാൻ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കാന്ന് വെച്ച് ഞാൻ ഉറങ്ങിപ്പോയി. അലാറം അടിച്ചിക്കണ് 4:30. ഞാൻ കേട്ടില്ല. ഞാൻ 4:20 ആയപ്പോൾ 4:20 അടിച്ചിക്കണ്. അല്ലേ അലാറം അടിച്ചണ ഒച്ചയും കേട്ടില്ല. ഞാൻ എട്ടി വന്നപ്പോൾ 4:20 ഒന്ന് വേഗം നിങ്ങളെ കുടിച്ചു. അപ്പൊ ഉമ്മ എവിടെയാണ്? മമ്മ ഉറങ്ങ. നിങ്ങൾക്ക് ഉറങ്ങ. അപ്പോൾ ഞാൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്താ കേട്ടോ? നോമ്പ് ഇതായി രാവിലെ നമ്മൾ നീച്ചു എന്നിട്ട് ചായ കുടിച്ചു. നീയത്തുണ്ടായാ മതിയില്ലേ ഗൈസ്? തന്നെ എങ്ങനെ തട്ടിമുട്ടി ആരെങ്കിലും ഉണരും. ആ 5 മിനിറ്റിലപ്പോൾ ഉണർന്നിട്ട് വലിയ കാര്യം. വെള്ളം കുടിച്ചോ? പിന്നെ ഗൈസ് വേറെ സംശയം, അതായത് ബാങ്ക് കൊടുക്കുമ്പോ വെള്ളം കുടിച്ചാൻ പറ്റുമോ? അങ്ങനെയൊക്കെ പറ്റൂലേ? ബാങ്ക് കൊടുക്കണ കേട്ടല്ലേ നമുക്ക് കുടിച്ചാൻ പറ്റും? നമുക്കറിയില്ല, അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിക്കണേ. അതായത് ബാങ്ക് കൊടുത്ത് കഴിയണ വരെ ഗൈസ് നമുക്ക് ചാൻസ് ഉണ്ട്. അതായത് ഇപ്പൊ ബാങ്ക് അവിടെ കൊടുക്കൽ തുടങ്ങി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചാൻസ് ഉണ്ട്. ബാങ്ക് കൊടുത്ത് കഴിയണ വരെ നമുക്ക് തിന്നാന്ന് അല്ലേ? അല്ല അറിയില്ല കേട്ടോ. പണ്ടൊക്കെ ഞാൻ അങ്ങനെയാണ്, എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാ. ആ ഡൗട്ട് ഒന്ന് മാറ്റാനാണ് അല്ലേ? ബാങ്ക് കൊടുക്കുമ്പോക്ക് കഴിച്ചണമെന്നാണ് ഞാൻ കേട്ടിക്കണം. ബാങ്ക് കൊടുക്കുമ്പോത്തിന് കഴിച്ചണമെന്ന്. പിന്നെ ഗൾഫിൽ ഞാൻ നിന്നീനോടത്തേ അത് അയാ കഫീല് ഖത്തീബല്ലേനോ ബാങ്ക് ഇങ്ങോട്ട് കൊടുക്കലും വാപ്പ എന്താണ് ഇമാമിക്കണ ആളാണ്. കുട്ടികളൊക്കെ പാഞ്ഞിങ്ങോട്ട് വരുന്നതാണ് അടുക്കളയ്ക്ക് വേഗം അല്ല വെള്ളത്തിന്. അപ്പോൾ പറയും ബാങ്ക് കഴിയണ വരെ സമയമുണ്ട് പറഞ്ഞു വേഗം വേഗം കുടിച്ചു. ആണോ? ഗൾഫില് നിങ്ങള് എന്താ നോക്കിട്ട് പറ. അങ്ങനെ അറിയില്ലല്ലോ. ഇനിയിപ്പോ നമ്മളെ കേരളത്തിൽ അങ്ങനെ നമുക്കറിയില്ല. കേരള അല്ല ഇന്ത്യ. ഇന്ത്യയിലങ്ങനെ ആ പുറം രാജ്യത്തൊക്കെ ഉമ്മ പറഞ്ഞ രീതിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏത് സ്ഥലമോ? സൗദിയോ? സൗദിയില. അറിയില്ല ഗൈസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യും. നമുക്ക് ഡൗട്ട് മാറ്റാനാണ് അല്ലേ? അല്ലേ മമ്മ? അഥവാ അങ്ങനെ ഒരു ചാൻസ് നമുക്ക് വന്നു കഴിഞ്ഞാല് ചുട്ടീനാവൂല. അല്ല അയാളെ പള്ളിയിലെ ഖത്തീബായ അയാളെ പരിയിലെ ഖത്തീബിന്റെ പരിയിലല്ലേ ഞാന്. അപ്പൊ അങ്ങനെയാണ് നമ്മ പറഞ്ഞല്ലേ? ഇതെന്താ പറഞ്ഞടാ? അഥവാ നമ്മൾ നേരം വൈകി നീച്ചാണെങ്കിലേ ഇന്നത്തെ പോലത്തെ എന്തെങ്കിലും ചാൻസ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മള് ബാങ്ക് കൊടുത്തു പറഞ്ഞിട്ട് ഒന്നും തിന്നാക്കുമ്പോ ശരിയാ. അങ്ങനെ ടൈമില്ല. ബാങ്ക് കൊടുത്തു പറഞ്ഞൊന്നും തിന്നാന്നിട്ടും കഴിയില്ലല്ലോ. പള്ളർച്ച് തിന്നോളി. അല്ലെങ്കിൽ ഉച്ചക്ക് വൈകുന്നേരമൊക്കെ എങ്ങനെ തോന്നും ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയിരിക്കണെങ്കിൽ. ഉമ്മ എന്തായാലും ഉച്ച വരെ ഒറ്റാ മതി. ഉച്ചേന്റെ 2ാമത്തെ നോട്ടോട്ടോ മാമ. അപ്പൊ 2 നോമ്പായി. എന്തേലും നമുക്ക് ഇനിയിപ്പോ 5 ലക്ഷത്തിന്റെ അങ്ങനെ എന്തെയൊക്കെ പരിപാടിയോ എവിടെയൊക്കെ തുറക്കലൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ മുൻകൂട്ടി അറിയാലോ. അപ്പൊ നോറ്റോട്ടെ. ഓക്കെ. ഒറ്റ നോമ്പ് കൊടുക്കരുത് നന്നാ ഡോക്ടർ. 30 നോമ്പ് നോക്കണമെന്നൊന്നുമില്ല മമ്മ. ഇമ്മമാക്ക് പ്രായമായവർക്ക് നോക്കണം എന്നില്ല എന്നാണ്. പറ്റുകയാണെങ്കിൽ നോറ്റാ മതി. ഇമ്മമാന്റെ കോലം കണ്ടിട്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. അത് ഞങ്ങൾ പറഞ്ഞത്. ചോറ് കഴിഞ്ഞില്ലേ? ചോറ് കഴിഞ്ഞു. പള്ളിയില് സ്ഥലമുണ്ടോ? പള്ളിയില് സ്ഥലമുണ്ടോ? 2 പൊറോട്ട അല്ല സമൂസയും കൂടി കുത്തി കയറ്റാൻ പറ്റുമോ? വേണ്ട ഞാൻ വേണ്ട. എന്താ മുണിങ്ങട്ടളി കടിച്ചാൻ വെക്കൂലേ? മുണിങ്ങട്ടളി വേണ്ടിട്ടാണ്. മതിയോ? അപ്പൊ ഉമ്മമാന്റെ ഇത് മതി. കുറച്ച് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് കുറച്ച് വെള്ളം കുടിച്ച് വന്നിട്ടോ.
അരക്കാണ് ഇനി നല്ല വെള്ളം കുടിച്ചോണ്ടി ചോറ് കഴിഞ്ഞു ഇനി കജ്ജിയൊക്കെ വെള്ളം കുടിച്ച സാധനങ്ങൾ എടുത്തെടുക്ക. ഇപ്പൊ തന്നെ ഉമ്മമാന്റെ കണ്ണും മോൾക്ക് നോക്കി. അത് ഉറക്കത്തിനുള്ള ഉറക്കത്തിൽ ചെടി തിന്നണീൻ്റെ ആണത്. സാധനങ്ങൾ എടുത്തോളി, ഓരോ സാധനങ്ങൾ എടുത്തോളി. സമൂസ ഇനി ഗൈസ് 4 സമൂസയും കൂടി ഉണ്ട്. പറ്റൂലല്ലോ. രാത്രി ഉണ്ടാക്കിയത് മറ്റന്നാൾക്ക് പറ്റൂലേ? ഇന്ന് കൂടി പറ്റും. ഉമ്മ നമ്മളെ പറ്റിച്ചു. ഞാൻ പറഞ്ഞുതരാം. ചിക്കൻ കുറുമ എന്നാണ് പറഞ്ഞിട്ട് നമ്മളെ നോമ്പിന് വിളിച്ചത്. നോക്കിയപ്പോ ചിക്കൻ ഇല്ല അതില്, വെറും കറി മാത്രമേ ഉള്ളൂ. ഇതൊന്നും എല്ലാം പറഞ്ഞിരുന്നു ഇപ്പൊ തന്നെ മോറിയൊക്കെയല്ലേ ഗൈസ്. അപ്പൊ നമ്മൾ ഇപ്പൊ തന്നെ മോറി വെക്കാൻ പോവുകയാണ്. ഇപ്പൊ മോറി വെച്ചാൽ എന്താ അറിയോ, രാവിലെ നമുക്ക് ആ ക്ഷീണത്തില് മോറേണ്ട ആവശ്യമല്ല അല്ലേ? അങ്ങനല്ലേ? അതിന് എവിടെ ഇറച്ചി ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഗൈസ് നമ്മളങ്ങോട്ട് വിളിച്ചത്. പൊരിച്ച ഇറച്ചി ഉണ്ട് അതിന്, അതും 2 കണ്ടം അതില്. അത് കേൾക്കണ ഗൈസ് ആകെ വടിച്ചു കഴിഞ്ഞിക്കണ്. എവിടെ ഗൈസ് നമ്മളെ കരിനെ നമ്മൾ കാണിച്ചു തരാം. എവിടെ? ഇതാ ഇവിടെ ഉണ്ട് ഗൈസ്. എന്താ ഒരു സുഖം അല്ലേ? ഉമ്മമാക്കുണ്ട് അങ്ങനെ ഒരു സുഖം. എന്താ ഉറക്കം. ഏയ് ഹലോ, രാത്രി ഇന്റെ പോകുന്ന കടന്നേ കാണുന്നുണ്ടേ. ഓൻ എടുത്തൊന്ന് കടന്നെ എനിക്ക് ഉറങ്ങാനും വെക്കില്ല. എനിക്ക് തിരിയാൻ പറ്റില്ല, മേത്തിറക്കാണേ. അത് നന്മല്ലോ അടുത്തേക്കേ വരുള്ളൂ, നല്ല ആൾക്കാരത്തേക്കേ വരുള്ളൂ. ചെയ്ത്താന്റെ അടുത്തേക്കൊന്നും വരൂല. അതിന്റെ കണ്ടിൽ ഉമ്മയുടെ ചെയ്ത്താനേ. അതെ അതെ. കടന്ന് നട്ടം തിരിയുന്നുണ്ട്. എന്തിനാണാവോ മാമ പോയി കടന്നോളി. കടക്കല്ല ബാങ്ക് പോകും. എന്തൊരു ചെയ്യണം, എന്താ പറ്റി പറയ്. എങ്ങനെ പിന്നെന്തൊരു ചെയ്യണം? മൗനം സമ്മതം. എന്തൊരു ചെയ്യണം? എന്തിന്റെ ക്ഷീണാണ് പറയേ? അറിഞ്ഞില്ലേ? അപ്പൊ ഈ മുഖത്ത് ഉമ്മമാന്റെ മുഖം കണ്ടാണ് ഇപ്പൊ എന്താ അറിയോ, എന്തോ ഉമ്മമാൻ ആരോ പിടിച്ച് 2 എണ്ണം തിന്നിട്ട് മുട്ട വായിക്കണ്ട് അറിയോ? പുറത്ത് പോകണം. അത് മാറിക്കാണ് പുറത്തേക്ക് കാണുന്നു. ഉള്ളാക്കാൻ പോവാ. എന്താ സാധനം അതിനായിരിക്കും കൊയ്യോ? ആ കോയിന്റെ ഒരു യോഗം നോക്കി ഗൈസ്. ചിക്കൻ കുറുമ കൂട്ടിട്ടാണ് അങ്ങനെ കുയ്കൊണ്ടിരിക്കും. രാവും പകലും വ്യത്യാസമല്ല, അന്തിക്കും വ്യത്യാസം. കോയിന്റെ കൂവലിന്റെ കാര്യമാണ് ഗൈസ് പറയണത്. എടാ ചിക്കൻ കുറുമ എന്ന് പറയണ്ട, കുറുമ. കുറുമ തിന്നാലുള്ളൊരു യോഗം ആ കോയിക്ക്. അതെ അതെ. എന്നാ വരി വേഗം മൂടിയിട്ട് നമുക്ക് ബാങ്ക് കൊടുത്ത് നിസ്കരിച്ചിട്ട് നമുക്ക് കടക്ക കഴിച്ചു. എല്ലാ ഉമ്മ ഓടുന്നതിന്റെ എടുത്തുക്കണല്ലോ. ഉണ്ടാവൂല. ഞാൻ മാത്രമേ ഉള്ളൂ. നമുക്ക് അവിടെ വെള്ളം നിറച്ചൊക്കെ ഉമ്മമാർക്ക് എന്തെങ്കിലും പറഞ്ഞോ? പിന്നെന്താ ഉമ്മമാരുടെ മുഖം അങ്ങനെ പറഞ്ഞില്ലേ? അതിനില്ല കലിപ്പാണ്. ആണോ? അതാണോ? ഈ ഉമ്മമാരോട് പറയാ, ഉമ്മ മതിയായിരിക്കും 30 നോമ്പെടുത്തോണ്ടി അല്ലേ ഇനി വരുമ്പോഴേ. അത് കേൾക്കും പിന്നെ പണിയാവും. നമുക്ക് ഉമ്മമാരോട് പറയാതെക്കാന് ഇതില്ല. നോക്കട്ടെ, നോക്കാൻ പാടില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പരിപാടി. എനിക്ക് ഈ പാത്രം പോടുന്ന പണി ഭയങ്കര ഇഷ്ടമാണ്. അത് എന്താണോ എനിക്ക് ചെറുപ്പം തൊട്ടേ ഗൈസ് പാത്രം പോടുന്ന പണി ഭയങ്കര ഇഷ്ടമാണ്. മിന്നുക്കുട്ടിന്റെ ഭാഗ്യം. അതെന്താണെന്ന് അറിയില്ല ഗൈസ്. പാത്രം പോടുന്ന പണി വേറെ ഒരു പണിനെ ഞാൻ പറയുള്ളൂ. പക്ഷെങ്കിൽ പാത്രം പോടുന്ന പണി എനിക്ക് ബാംഗ്ലൂർ പാത്രം മോഡലാണ് പണി. ഒന്ന് പണിക്കോയപ്പോ അവിടെ നമ്മൾ തന്നെ ചെയ്യണേ, റൂമത്തെ കാര്യമില്ലേ? എടാ എന്താ പോയി ഇതിൻ്റെ ഉള്ളില് എത്ര കോഴിയാളാ? 3 സ്ഥലത്ത് ടോട്ടൽ നമുക്ക് എത്ര ചെങ്ങ കോഴികളുണ്ട്? ഇതിലൊരു ചെറിയ ചിടുങ്ങുണ്ട്, അതാണ് ഏതൊരു ചെറിയ ചെങ്ങൻ കോഴിയാണ്. ചെറുത് ചെങ്ങനല്ല, പൂവനല്ലേ? 2 ചെങ്ങനും പൂവനും ഒന്നല്ലേ? ആണോ? ആണ്. 2 ആളോ? ഗൈസ്, ഒന്ന് ഇവിടുന്നും കൂവും, ഒന്ന് അവിടുന്നും കൂവും, ഒന്ന് ഇതിന്റെ ഉള്ളിന്നും കൂവും. കൂവലോട് കൂവൽ കൊറേ ഉണ്ടല്ലോ. ഈ മാത്രം പാത്രമൊക്കെ ഉണ്ടായി നമുക്ക്.
പിന്നെ പത്തിരിഞ്ഞ് തിന്നൂല എല്ലാരും പറഞ്ഞു നിൽക്കാണ് ഓൽക്ക് രാവിലെ കൊടുക്കാം. ആർക്കും കോഴിക്കോക്കോ ഇത്ര സാധനം പത്തിരി ഉണ്ടായിട്ടോ ഗൈസ്. പത്തിരി ഇഷ്ടം പോലെ പക്ഷെ കറിയില്ല. പത്തിരി കഴിച്ച് നമുക്ക് നോമ്പ് തുറക്കാനേ ഇതുണ്ടാവുള്ളൂ. നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് നമുക്ക് തിന്നാനേ പറ്റുള്ളൂ. നോമ്പിന് പെലച്ചക്കൊക്കെ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ആൾക്ക് തിന്നാം. അല്ലേ നമുക്ക് എന്തു തിന്നാ ഗൈസ്, നമ്മളെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റണമെന്നുള്ളൂ. അതെ, തിന്നണീലല്ല കാര്യം, നിൽക്കാൻ പറ്റണേ. നമുക്ക് കഴിച്ച് ദാഹം ഉണ്ടാവരുത്. അത് പൊറാട്ട നമ്മൾ തിന്നരുത്. പൊറാട്ട തിന്നു കഴിഞ്ഞാല് കുടുങ്ങും. പൊറാട്ടയും ബിരിയാണിയും തിന്നരുത്. കാരണം ദാഹിച്ചിട്ട് നിൽക്കൂല. നമുക്ക് മാക്സിമം കഴിച്ച് നമ്മളെ പിടിച്ചു നിൽക്കാൻ പറ്റണം. ഇത് അടിച്ചിട്ട് ഗ്ലോ ആയിക്കണ. ഞാനോ ഉമ്മ ഉറങ്ങിയോ? അടുക്കളയിൽ മമ്മ പോയോ? ഉള്ളിൽ പോയി നിസ്കരിച്ചാൻ പോയി. ബാങ്ക് കൊടുത്തിട്ടില്ല. ആ ബാങ്ക് കൊടുക്കാൻ എന്ത് നിസ്കാരം? മമ്മ ബാങ്ക് കൊടുത്തിട്ടില്ല നിസ്കരിച്ചാനി. അവിടെ പോയി നിസ്കരിച്ചോ? സുന്നത്തില്ലേ? സുന്നത്ത് നിസ്കാരം ഉണ്ടല്ലോ, എന്നാ സുന്നത്ത് നിസ്കരിച്ചോളി. പോണ് ഹൊയ് 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 ഹൊയ്. വാതിലടക്കാൻ വേണ്ടി പോകുന്നു. വാതിലടച്ചു. നടന്നു വീഴുന്നു. കാര്യമായിട്ട് പറ്റിയിട്ടുണ്ടോ? മമ്മ ഇവിടെ വരി, നമുക്ക് കഴിച്ച എന്താന്ന് ചോദിച്ചു പോവാം. പറക്കി വിട്ടേ കൊണ്ടോടി ഇട്ട് കൊണ്ടോടി ചോദിച്ചു നോക്കാം എന്തായാലും. തണുത്ത കാറ്റോ? മോറി വരിതേ. എന്താ എപ്പോ തുടങ്ങിയ പരിപാടി? എപ്പത് പാത്രം മോറ ഇനി മാത്രം ഉണ്ടായിരുന്നോ? അപ്പൊ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോയി. മമ്മ വരി. ആ അത് രണ്ടാമത് ഇതിന് ചെവിയും കേൾക്കൂല, കണ്ണും കാണൂല. അതില് ആ വെള്ളക്കൊയ്യല്ല കൂണത്. ഇവിടെ എങ്ങനെ കടക്ക? ഉറക്കത്തിനാണ് അങ്ങനാക്ക. ഒന്നുമില്ല. നോക്കിയതാ ഗൈസ്. ഇമ്മാന്റെ അലക്കൽ ഇവിടെ കഴിഞ്ഞു. പാത്രം മോറൽ ഇവിടെ കഴിയാനായിട്ടുണ്ട്. കുറേ സ്ഥലത്ത് നിന്ന് ബാങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മളെ പള്ളിക്കൊന്ന് മാത്രം ബാങ്ക് കൊടുത്തിട്ടില്ല. എന്താണാവോ? നമ്മളെ അത് കഴിച്ച് അങ്ങനെയാണ്. നമ്മളെ പള്ളിക്കൊന്ന് ബാങ്ക് കൊടുത്താലേ നമ്മള് നോമ്പ് തുറക്കുള്ളൂ. നമ്മളെ പള്ളിക്കൊന്ന് ബാങ്ക് കൊടുത്താലേ നമ്മള് ഇതാക്കുള്ളൂ. അല്ല ഞങ്ങള് പള്ളിക്ക് വെക്കുമ്പോ അങ്ങനെയാണ്. കഴിച്ച് ഞങ്ങളെല്ലാരും നോമ്പ് തുറക്കാൻ വേണ്ടി പള്ളിക്ക് അങ്ങനെ നിൽക്കും. അപ്പുറത്തെ പള്ളിക്കാർക്ക് ഇങ്ങനെ കൊടുക്കും. അപ്പോഴൊന്നും നമ്മൾ നോമ്പ് തുറക്കൂല. നമ്മളെ പള്ളിയിൽ നിന്ന് നോമ്പ് തുറന്നാലേ നമ്മള് ചോറുള്ളൂ അല്ലേ? നോമ്പ് തുറക്കുള്ളൂ. ഇവിടെ എന്തോ പറയുന്നുണ്ട്, ഉറക്കത്തിന്ന് എന്തോ പറയുന്നുണ്ട് ഗൈസ്. അവിടെ ഒറ്റ വാങ്ങിനേ ഇന്ന വള്ളിയിൽ നിന്ന് കണക്കൊന്നുമില്ല. ഏത് വള്ളിയിൽ നിന്ന് വാങ്ങി കൊടുത്താലും നൂലും തുറക്കാം. അതിനൊരു കുഴപ്പമില്ല. ആണോ? എന്നാ ഗൈസ് ഞങ്ങള് അവിടെ നിന്ന ടൈമൊക്കെ, എവിടെ നിന്ന ടൈം, പള്ളിക്കല് നോമ്പ് തുറക്കാൻ പോയ ടൈമൊക്കെ അങ്ങനെയാണ് കേട്ടോ. അതായത് ബാക്കിയുള്ള പള്ളിക്കൊന്നൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും കണ്ടില്ല, അവിടുത്തെ കൊടുത്തു കഴിഞ്ഞു. ഇപ്പോഴും നമ്മളെ പള്ളിക്കൊന്നും കൊടുത്തിട്ടില്ല. അതാണ് വെള്ളം കുടിച്ചാക്കണ് നമ്മളെ പള്ളിക്കൊന്നും. എന്നിട്ട് ഒരു മുക്കിച്ചു കൊണ്ട വളം വേണോ? 2 മിനിറ്റൊക്കെ വെക്കണ്ട കഴിപ്പിച്ചില്ല. കാരണം സാധാരണ അങ്ങനെയാണ് ഗൈസ്. അതാ പിന്നെ അങ്ങനെയൊന്നുമില്ല. ബാങ്ക് എല്ലാം ഒന്ന് തന്നെയാണ്. എവിടുന്നാ ബാങ്ക് വെച്ചാ ഒക്കെ അള്ളാന്റെ കലിമന്നെ. എന്നാ ഫോണിൽ ബാങ്ക് കൊടുത്താൽ നമുക്ക് ഇതാക്കാൻ പറ്റുമോ? ഫോണത്തോ അല്ലാത്ത ബാങ്കല്ലേ അല്ലാണ്ട് കലിമല്ലത്. ഈ ഇമ്മാന്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്താ അറിയോ? വ്ലോഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാത്രം ഇതാണ് മെയിൻ ആയിട്ടുള്ള പരിപാടി. അങ്ങനെ കിരിക്കി കൊണ്ടേ കുത്തിരിക്കും. പണി പിന്നെ ചെറുപ്പത് വെച്ചിട്ട് കാണാം എടുക്കാൻ പോകാനേ. അത് ഉമ്മമാന്റെ പരിപാടിയാണ്. ഉമ്മമാന്റെ പരിപാടി പേടുത്ത് വെച്ചിട്ട് വ്ലോഗിന്റെ അടിയിൽ അച്ചിമുടി ഉണ്ടാക്കല്. രണ്ടാളും കണക്ക് തന്നെ അല്ല പോലെ. എപ്പോഴും ഇനിയിപ്പോ നമ്മള് ഫുഡ് വ്ലോഗ് ആണെന്നുണ്ടെങ്കിലും ഫുഡ് ഉണ്ടാക്കി എന്തെങ്കിലും സാധനം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ വരും. ബാക്കിയുള്ളവരോട് എന്തെങ്കിലും അരിഞ്ഞ് കുത്തിരി കഴിക്കില്ല. അപ്പൊ വരും ഒരാൾ പാത്രം കൊണ്ടിട്ട് ഇങ്ങനെ ഒച്ചമുളി ഉണ്ടാക്കി എന്തെങ്കിലും കിട്ടുന്ന സുഖം. എന്നിട്ട് ഞാനിത് വീഡിയോ കുത്തിരുന്ന് എഡിറ്റ് ചെയ്യുമ്പോഴാക്കി ഫുള്ള് കലപില അറിയോ? ബാക്കിയുള്ളവർ എന്താ പറയണ കൂടി കിട്ടൂല. അതുപോലത്തെ ഒരു കുപ്പി മിസ്സിംഗ് ആണല്ലോ.
ഒരു കുപ്പിയാക്കണം ഇവിടെ ഇതല്ലേ ഇതല്ലേ ആണോ എടാ ഒരു പഴംപൊരി കൂടി തിന്നോ അതിന്റെ ഉള്ളിലുണ്ടായില്ലോ. ഇനി തിന്നാൻ മണ്ടക്ക് കിട്ടും ബാങ്ക് കൊടുത്തു കഴിഞ്ഞു പോ ബാങ്ക് നമ്മൾ കൊടുത്തില്ല ഇവിടെ കൊടുത്തില്ല. അല്ലെങ്കിൽ വേണ്ടങ്ങള് മതി 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 അതന്നെ ഇവിടെ വാങ്ങുന്ന നമ്മള് പള്ളിക്ക് എല്ലാ പ്രാവശ്യവും നമ്മള് പള്ളിക്ക് വാങ്ങി കൊടുക്കലുണ്ട്. വാങ്ങിനേ കൂലിക്കാരെ നിർത്തിയില്ല. ആർക്കും കൊടുക്കാച്ച എല്ലാവർക്കും കൊടുക്കാം. ആണുങ്ങൾക്കൊക്കെ കൊടുക്കാം വാങ്ങ്. നമ്മമ്മീ പേര് അപ്പൊ ആ പെണ്ണുങ്ങള് വരെ വാങ്ങിക്കൊടുത്ത് കേട്ടില്ല. ആരാണ് ഒരു സിനിമയിലുണ്ടല്ലോ പെണ്ണുങ്ങൾ വാങ്ങി സിനിമ അല്ലല്ലോ, ഇത് പള്ളിയാണല്ലോ. പള്ളി അത് കഴിച്ച് ഉമ്മ പറഞ്ഞത് നേരെ കേട്ടോ. അനക്കും വേണമെങ്കിൽ പോയി എന്താ ആർക്കും വാങ്ങിക്കൊടുത്ത് നിസ്കരിച്ചോന്നൂടെ? അവളെ കൂലിക്കാരും ഇല്ല ഈ പള്ളിക്ക്. ആണോ ആ ഞാൻ അവിടെ എത്തുമ്പത്തിന് വേറെ ആളെ വാങ്ങിക്കൊടുക്കാം. അപ്പൊ ഞാൻ മൂഞ്ചി കണ്ടു എനിക്ക് നിസ്കരിച്ചല്ലേ നമ്മള് ഇന്ന് പോയിക്കോളി പള്ളിക്കൊക്കെ. പള്ളിയിൽ പോവാ ഇരുട്ടാണ് രാത്രിയാണെങ്കിൽ കുന്നൊക്കെ ഇറങ്ങി അതിന് അപ്പൊ വല്ല പോക്ക് വരെ മുമ്പ് കേടിയാണ് പിന്നെ ബോധം പോയി. എങ്ങനെ ബൈക്കുമേ പാട്ടി വിടാനുള്ളല്ലേ പള്ളിക്ക് നിസ്കരിച്ചാണെന്നുണ്ടെങ്കിൽ കൂലി കൂടുതലാണെന്നൊക്കെ പറയണേ. ബാങ്ക് കൊടുത്തു ബാങ്ക് കൊടുത്തേട്ടെ ബാങ്ക് കൊടുത്തേ കയ്യട്ടല്ലേ. നീ കജ്ജട്ട ബാങ്ക് എടുപ്പിച്ചേട്ടെ എന്നിട്ട് അതിന്റെ പക്കം അത് വരെ ഓഫാക്കി കളി. മമ്മണ്ടോ എവിടേക്കുന്നോ? ഇവിടെ ഞങ്ങളിപ്പം കൂടാന്. അങ്ങനെ കഴിച്ച് നമ്മൾ ഇന്നത്തെ നോമ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇന്നത്തെ നോമ്പ് നല്ല രീതിക്ക് തന്നെ പൂർത്തിയായിട്ട് നിന്ന് പോകാൻ വേണ്ടി കഴിയട്ടെ അല്ലേ അമ്മമ്മ? ആ ആർക്കും കഴിച്ച് ചെയ്യണമെന്നില്ലാതെ നമ്മൾ ഇന്നത്തെ ഒരു നോമ്പ് നോറ്റ് കൂട്ടാൻ വേണ്ടി പടച്ചവന് നമുക്ക് ഇത് തരട്ടെ, കഴിവ് തരട്ടെ. എനിക്കറിയില്ല എന്താ പറയേണ്ടത്. ഉമ്മ എന്താ അതിൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞോ? ഞാൻ ഇന്നലെ ഈ സ്റ്റോർ റൂം അത് ഞാൻ കണ്ടു. ഒന്നുമില്ലാത്തൊരു വൃത്തിമേനുണ്ട്. അല്ലെങ്കിൽ നമ്മളെ അല്ലെങ്കിൽ പറ്റൂലല്ലോ അല്ലേ? നമ്മളെന്തേലും മൈൻഡ് ആക്കൂലല്ലോ. നമുക്ക് എന്താ പറയാനുള്ളത് നമ്മളെ മൂന്നാമത്തെ നോമ്പിനെ പറ്റിയിട്ട്? എല്ലാരും സന്തോഷായിരിക്കുക, നിസ്കരിക്കുക, അല്ല നോമ്പ് വെക്കുക, ഖുർആൻ ഓതുക, തറാവീക്ക് പോവുക, ഇതൊക്കെ തന്നെ. ആരും നോമ്പ് ചട്ടി നോമ്പൊന്നും ആക്കല്ലേ, കൊഞ്ഞാലും പിടിച്ച് നിക്കി. ഇന്നിപ്പോ എന്താവും നമുക്ക് വൈകുന്നേരത്തിന് നോമ്പ് തുറക്കാൻ? എന്തായാലും തീരുമാനിച്ച ഒന്നും കഴിച്ച് നമ്മൾ തീരുമാനിച്ചിട്ടില്ല. നോക്കട്ടെ എന്തേലൊക്കെ അല്ലേ, ഒരു ചെറുമട്ടത്തിലൊക്കെ കഴിച്ച് എന്തേലൊക്കെ ഉണ്ടാക്കി വിടാം. എല്ലാവർക്കും അസ്സലാമലൈക്കും. ഞങ്ങൾക്ക് എന്തേലും പ്രത്യേകിച്ച് അങ്ങനൊന്നുമില്ല. എന്നാലും എന്തേലും നമ്മളെ മൂന്നാമത്തെ നോമ്പ് ഇന്നിവിടെ തുടങ്ങുകയാണ്. അപ്പം എല്ലാം നല്ല ഹൈറാവട്ടെ. ഇപ്പോൾ 2 ദിവസത്തെ നോമ്പ് ആയി തന്നെ ഇതും മുന്നോട്ട് പോകാൻ പഠിച്ചോക്ക് ഹെൽപ്പ് വരട്ടെ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മളോട് ക്ഷണം വൈൻഡപ്പ് ചെയ്യാണ്. പെലച്ച വ്ളോഗ് നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും ഗൈസ്. അപ്പോൾ നമുക്ക് നാളെ കാണാം.